ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ തപാൽ ചരിത്രത്തിലെ അമൂല്യമായ മുദ്രകളെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ വീഡിയോ പരമ്പരയുടെ 7ാം ഭാഗമാണിത്. 1960 മുതൽ 2005 വരെയുള്ള കാലയളവിൽ ഭാരത സർക്കാർ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന വിവിധ സർവീസ് സ്റ്റാമ്പുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഭാരതത്തിന്റെ ദേശീയ ചിഹ്നമായ അശോക സ്തംഭം പ്രധാനമായി ആലേഖനം ചെയ്ത ഈ സ്റ്റാമ്പുകളുടെ പ്രത്യേകതകളും അവയുടെ ഇന്നത്തെ വിപണി മൂല്യവും കൃത്യമായി മനസ്സിലാക്കാൻ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഭാരതത്തിന്റെ ഇൻഷുറൻസ് റവന്യൂ സ്റ്റാമ്പ് ഉപയോഗവും മൂല്യവും. ഭാരത സർക്കാർ 2000-ന് ശേഷം പുറത്തിറക്കിയതും ഇന്നും ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നതുമായ ₹1 ഇൻഷുറൻസ് റവന്യൂ സ്റ്റാമ്പാണിത്. അശോക സ്തംഭവും ഇൻഷുറൻസ് എന്ന മുദ്രയും ഇതിന്റെ പ്രത്യേകതയാണ്. പ്രധാനമായും ഇൻഷുറൻസ് പോളിസികൾക്കും നിയമപരമായ കരാറുകൾക്കും സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത്. നിലവിൽ വിപണിയിൽ ഇതിന്റെ അടിസ്ഥാന വില ₹1 ശേഖരിക്കുന്നവർക്കിടയിൽ ഇതിന്റെ അവസ്ഥയ്ക്കനുസരിച്ച് ₹10 മുതൽ ₹50 വരെ മൂല്യം ലഭിക്കാറുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ മുദ്രയുള്ള ഈ സ്റ്റാമ്പുകൾ ഡിജിറ്റൽ യുഗത്തിലും രേഖകളുടെ ആധികാരികത ഉറപ്പുവരുത്തുന്നു. കൂടാതെ ഇൻഷുറൻസ് കമ്പനികളുടെ ഏത് നിയമപരമായ ക്ലെയിമുകൾക്കും ഇത്തരം സ്റ്റാമ്പ് പതിപ്പിച്ച ഒറിജിനൽ രേഖകൾ അനിവാര്യമാണ്. ഭാരതത്തിന്റെ ₹1 റവന്യൂ സ്റ്റാമ്പ്. ചരിത്രവും മൂല്യവും. ഭാരത സർക്കാർ വിവിധ നിയമപരമായ ഇടപാടുകൾക്കായി പുറത്തിറക്കിയ ₹1 വിലയുള്ള റവന്യൂ സ്റ്റാമ്പാണിത്. മധ്യഭാഗത്ത് അശോകചക്രവും റവന്യൂ ഇന്ത്യ എന്ന എഴുത്തുമുള്ള ഈ സ്റ്റാമ്പ് പ്രധാനമായും രസീതുകൾക്കും ചെറിയ തുകയുടെ സാമ്പത്തിക കൈമാറ്റങ്ങൾക്കും ആധികാരികത നൽകാനാണ് ഉപയോഗിക്കുന്നത്. 2000-ന് ശേഷം പ്രചാരത്തിലുണ്ടായിരുന്ന ഈ സ്റ്റാമ്പ് ഇപ്പോഴും പല ഔദ്യോഗിക ആവശ്യങ്ങൾക്കും വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ഇതിന്റെ ഇപ്പോഴത്തെ വിപണി വില അതിന്റെ മുഖവിലയായ ₹1 തന്നെയാണെങ്കിലും ശേഖരിക്കുന്നവർക്കിടയിൽ ഇതിന് ₹10 മുതൽ ₹30 വരെ മൂല്യം ലഭിക്കാറുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ നിയമപരമായി രേഖപ്പെടുത്താൻ സഹായിക്കുന്ന ഈ സ്റ്റാമ്പ് ഇന്നും നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ്. ഭാരത സർക്കാർ ഔദ്യോഗികമായ തപാൽ ആവശ്യങ്ങൾക്കായി പുറത്തിറക്കിയ 5 പൈസ വിലയുള്ള ഒരു സർവീസ് സ്റ്റാമ്പാണിത്. അശോക സ്തംഭവും സർവീസ് എന്ന എഴുത്തുമുള്ള ഈ സ്റ്റാമ്പുകൾ സർക്കാർ ഓഫീസുകളിൽ നിന്നുള്ള കത്തുകൾക്കും രേഖകൾക്കും മാത്രമായാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ഡിസൈനിലുള്ള സ്റ്റാമ്പുകൾ പ്രധാനമായും 1960 മുതൽ 70 വരെ കാലഘട്ടങ്ങളിലാണ് പ്രചാരത്തിലുണ്ടായിരുന്നത്. നിലവിൽ ഇത്തരം പഴയ സ്റ്റാമ്പുകൾക്ക് വിപണിയിൽ ഏകദേശം ₹10 മുതൽ ₹40 വരെയാണ് സാധാരണ മൂല്യം വരുന്നത്. ചരിത്രപരമായ പ്രാധാന്യമുള്ള ഈ സ്റ്റാമ്പ് ഡിജിറ്റൽ സംവിധാനങ്ങൾ വരുന്നതിന് മുൻപുള്ള കാലത്തെ ഔദ്യോഗിക ആശയവിനിമയങ്ങളുടെ പ്രധാന അടയാളമാണ്. തപാൽ വകുപ്പിന്റെ ചരിത്രം പഠിക്കുന്നവർക്കും സ്റ്റാമ്പ് ശേഖരിക്കുന്നവർക്കും ഇത് വളരെ പ്രിയപ്പെട്ട ഒന്നാണ്. ഭാരത സർക്കാർ ഔദ്യോഗികമായ തപാൽ ആവശ്യങ്ങൾക്കായി പുറത്തിറക്കിയ 50 പൈസയുടെ സർവീസ് സ്റ്റാമ്പാണിത്. ഇതിന്റെ വശങ്ങളിൽ നൽകിയിരിക്കുന്ന സർവീസ് എന്ന എഴുത്ത് സൂചിപ്പിക്കുന്നത് ഇത് സർക്കാർ ഓഫീസുകളിൽ നിന്നുള്ള ഔദ്യോഗിക കത്തിടപാടുകൾക്ക് മാത്രമായി ഉപയോഗിച്ചിരുന്നതാണ് എന്നാണ്. അശോക സ്തംഭവും സത്യമേവ ജയതേ എന്ന ആപ്തവാക്യവും ഇതിൽ വ്യക്തമായി കാണാം. ഏകദേശം 1960 മുതൽ 70 വരെ കാലഘട്ടത്തിലാണ് ഈ ഡിസൈനിലുള്ള സ്റ്റാമ്പുകൾ ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്നത്. നിലവിൽ വിപണിയിൽ ഇതിന്റെ അവസ്ഥയും ഡിമാൻഡും അനുസരിച്ച് ₹10 മുതൽ ₹30 വരെ മൂല്യം ലഭിക്കാറുണ്ട്. പഴയകാല ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഓർമ്മപ്പെടുത്തലായ ഈ സ്റ്റാമ്പ് ശേഖരിക്കുന്നവർക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ്. പണ്ടുകാലത്ത് സർക്കാർ രേഖകളും കത്തുകളും അയക്കുമ്പോൾ അവയുടെ ആധികാരികത ഉറപ്പുവരുത്താൻ ഇത്തരം സർവീസ് സ്റ്റാമ്പുകൾ അനിവാര്യമായിരുന്നു. ഭാരത സർക്കാർ ഔദ്യോഗികമായ തപാൽ ആവശ്യങ്ങൾക്കായി പുറത്തിറക്കിയ 10 പൈസയുടെ സർവീസ് സ്റ്റാമ്പാണിത്. സ്റ്റാമ്പിന്റെ വശങ്ങളിൽ നൽകിയിരിക്കുന്ന സർവീസ് എന്ന എഴുത്ത് ഇത് സർക്കാർ ഓഫീസുകളിൽ നിന്നുള്ള ഔദ്യോഗിക കത്തിടപാടുകൾക്ക് മാത്രമായി ഉപയോഗിച്ചിരുന്നതാണെന്ന് വ്യക്തമാക്കുന്നു. ഇതിൽ അശോക സ്തംഭവും സത്യമേവ ജയതേ എന്ന മുദ്രയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഡിസൈനിലുള്ള സ്റ്റാമ്പുകൾ പ്രധാനമായും 1960 മുതൽ 70 വരെ കാലഘട്ടങ്ങളിലാണ് പ്രചാരത്തിലുണ്ടായിരുന്നത്. നിലവിൽ വിപണിയിൽ ഇതിന്റെ അവസ്ഥയും ആവശ്യക്കാരും അനുസരിച്ച് ഏകദേശം ₹10 മുതൽ ₹25 വരെ മൂല്യം ലഭിക്കാറുണ്ട്. പഴയകാല ഭരണപരമായ ആശയവിനിമയങ്ങളുടെ ചരിത്രപരമായ അടയാളമായ ഈ സ്റ്റാമ്പ് ശേഖരിക്കുന്നവർക്ക് വലിയ കൗതുകമാണ് നൽകുന്നത്. സർക്കാർ രേഖകളുടെ ആധികാരികത ഉറപ്പുവരുത്താൻ പണ്ട് ഇത്തരം സർവീസ് സ്റ്റാമ്പുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഭാരത സർക്കാർ ഔദ്യോഗികമായ തപാൽ ആവശ്യങ്ങൾക്കായി പുറത്തിറക്കിയ ₹1 അല്ലെങ്കിൽ 100 പൈസ വിലയുള്ള സർവീസ് സ്റ്റാമ്പാണിത്. സ്റ്റാമ്പിന്റെ വശങ്ങളിൽ നൽകിയിരിക്കുന്ന സർവീസ് എന്ന എഴുത്ത് ഇത് സർക്കാർ ഓഫീസുകളിൽ നിന്നുള്ള ഔദ്യോഗിക കത്തുകൾക്കും രേഖകൾക്കും മാത്രമായി ഉപയോഗിച്ചിരുന്നതാണെന്ന് വ്യക്തമാക്കുന്നു. അശോക സ്തംഭവും സത്യമേവ ജയതേ എന്ന മുദ്രയും മനോഹരമായ പർപ്പിൾ നിറത്തിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഡിസൈനിലുള്ള സ്റ്റാമ്പുകൾ പ്രധാനമായും 1960 മുതൽ 70 വരെ കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയിൽ വ്യാപകമായി പ്രചാരത്തിലുണ്ടായിരുന്നത്. ഇതിന്റെ അവസ്ഥയും ഡിമാൻഡും അനുസരിച്ച് ₹10 മുതൽ ₹35 വരെ മൂല്യം ലഭിക്കാറുണ്ട്. പഴയകാല ഔദ്യോഗിക ഭരണ സംവിധാനങ്ങളുടെ ചരിത്രപരമായ ശേഷിപ്പായ ഈ സ്റ്റാമ്പ് ശേഖരിക്കുന്നവർക്ക് വലിയ താൽപര്യമുള്ള ഒന്നാണ്. സർക്കാർ രേഖകൾക്കും കത്തുകൾക്കും നിയമപരമായ ആധികാരികത നൽകുന്നതിൽ ഇത്തരം സർവീസ് സ്റ്റാമ്പുകൾ പണ്ട് നിർണായക പങ്ക് വഹിച്ചിരുന്നു. ഇന്ത്യൻ സർവീസ് സ്റ്റാമ്പ്. അശോക സ്തംഭം. ഭാരത സർക്കാർ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി മാത്രം പുറത്തിറക്കിയ ശ്രദ്ധേയമായ ഒരു സർവീസ് സ്റ്റാമ്പാണിത്.
ഇതിന്റെ മധ്യഭാഗത്തായി അശോകസ്തംഭവും വശങ്ങളിൽ ഇന്ത്യ സർവീസ് എന്നും മുകളിൽ ഹിന്ദിയിൽ ശാസകീയ എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. മനോഹരമായ നീല നിറത്തിൽ ഡിസൈൻ ചെയ്ത ഈ സ്റ്റാമ്പ് 1950 മുതൽ 60 വരെ കാലഘട്ടത്തിലാണ് പ്രചാരത്തിലുണ്ടായിരുന്നത്. ഇതിന്റെ സുരക്ഷയ്ക്കായി പേപ്പറിൽ പ്രത്യേകമായി പതിപ്പിച്ചിട്ടുള്ള അശോകസ്തംഭം വാട്ടർമാർക്ക് മറ്റൊരു പ്രധാന പ്രത്യേകതയാണ്. 20 രൂപ മുഖവിലയുള്ള ഈ സ്റ്റാമ്പ് അക്കാലത്തെ ഉയർന്ന തുകയ്ക്കുള്ള ഔദ്യോഗിക തപാൽ ഇടപാടുകൾക്കാണ് ഉപയോഗിച്ചിരുന്നത്. നിലവിൽ ഇതിന്റെ ഗുണനിലവാരമനുസരിച്ച് 50 രൂപ മുതൽ 1500 രൂപ വരെ വിപണി മൂല്യം ലഭിക്കുന്നു. ചരിത്രവും സുരക്ഷാ സംവിധാനങ്ങളും ഒത്തുചേരുന്ന ഈ സ്റ്റാമ്പ് തപാൽ ശേഖരത്തിലെ ഒരു അമൂല്യ വസ്തുവാണ്. ഭാരത സർക്കാർ നിയമപരമായ സാമ്പത്തിക ഇടപാടുകൾക്കായി പുറത്തിറക്കിയ 1 രൂപ അല്ലെങ്കിൽ 100 പൈസ വിലയുള്ള റവന്യൂ സ്റ്റാമ്പാണിത്. സ്റ്റാമ്പിന്റെ മധ്യഭാഗത്തായി അശോകസ്തംഭവും അതിനു താഴെയായി റവന്യൂ എന്നും ഇന്ത്യ എന്നും ഇംഗ്ലീഷിലും ഭാരത് രാജസ്വ എന്ന് ഹിന്ദിയിലും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രത്യേക ഡിസൈനിലുള്ള സ്റ്റാമ്പുകൾ പ്രധാനമായും 1970 മുതൽ 80 വരെ കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയിൽ വ്യാപകമായി പ്രചാരത്തിലുണ്ടായിരുന്നത്. നിലവിൽ വിപണിയിൽ ഇതിന്റെ അവസ്ഥയും ആവശ്യക്കാരും അനുസരിച്ച് 10 രൂപ മുതൽ 30 രൂപ വരെ മൂല്യം ലഭിക്കാറുണ്ട്. സാമ്പത്തിക ഇടപാടുകളുടെ രസീതുകളിൽ നിയമസാധുത ഉറപ്പാക്കാൻ പതിക്കുന്ന ഇത്തരം സ്റ്റാമ്പുകൾ ചരിത്രപരമായ രേഖകളുടെ ഭാഗമായി ഇന്നും സൂക്ഷിക്കപ്പെടുന്നു. പണമിടപാടുകൾ നടത്തിയതിന്റെ ഔദ്യോഗിക തെളിവായി രസീതുകളിൽ ഈ സ്റ്റാമ്പ് പതിച്ച് ഒപ്പിടുന്നത് പണ്ടുകാലം മുതലേ നിലനിൽക്കുന്ന രീതിയാണ്. ഇന്ത്യൻ സർവീസ് സ്റ്റാമ്പ് 15 നയാ പൈസ. ഇന്ത്യൻ തപാൽ ചരിത്രത്തിലെ ദശാംശ നാണയ സമ്പ്രദായത്തിന്റെ തുടക്കകാലം ഓർമ്മിപ്പിക്കുന്ന ഒരു അപൂർവ സർവീസ് സ്റ്റാമ്പാണിത്. ഇതിന്റെ മധ്യഭാഗത്ത് ദേശീയ ചിഹ്നമായ അശോകസ്തംഭവും മുകളിൽ സർവീസ് പോസ്റ്റേജ് എന്നും താഴെ ഇന്ത്യ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1957 ഇന്ത്യ നയാ പൈസ രീതിയിലേക്ക് മാറിയ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ ആദ്യകാല സർവീസ് സ്റ്റാമ്പുകളിൽ ഒന്നാണിത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഗാഢമായ വയലറ്റ് നിറത്തിലുള്ള ഈ സ്റ്റാമ്പിന്റെ ഇരുവശങ്ങളിലുമായി 15 നയാ പൈസ എന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. സർക്കാർ ഓഫീസുകൾക്കിടയിലുള്ള ഔദ്യോഗിക ആശയവിനിമയത്തിനായി മാത്രം ഉപയോഗിച്ചിരുന്ന ഈ സ്റ്റാമ്പിന് ഇന്ന് കളക്ടർമാർക്കിടയിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇതിന്റെ ഇന്നത്തെ വിപണി മൂല്യം അവസ്ഥയനുസരിച്ച് ഏകദേശം 20 രൂപ മുതൽ 100 രൂപ വരെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ തപാൽ ചരിത്രം വിളിച്ചോതുന്ന ഈ സ്റ്റാമ്പ് ഏതൊരു ശേഖരത്തിലും ഒരു അമൂല്യ വസ്തുവാണ്. ഇന്ത്യൻ സർവീസ് സ്റ്റാമ്പ് 25 പൈസ. അശോകസ്തംഭം. ഇന്ത്യൻ തപാൽ ചരിത്രത്തിലെ വർണ്ണാഭമായ ഡിസൈനുകളിലൊന്നായ 25 പൈസയുടെ സർവീസ് സ്റ്റാമ്പാണിത്. ഇതിന്റെ മധ്യഭാഗത്ത് പിങ്ക് നിറത്തിൽ അശോകസ്തംഭവും അതിനു ചുറ്റുമായി പച്ച കലർന്ന നീല നിറത്തിലുള്ള മനോഹരമായ ബോർഡറും കാണാം. 1960കളിൽ പുറത്തിറങ്ങിയ ഈ സ്റ്റാമ്പിൽ ഇന്ത്യ സർവീസ് എന്നും താഴെ ഹിന്ദിയിൽ ശാസകീയ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള ഔദ്യോഗിക കത്തിടപാടുകൾക്കായി ഉപയോഗിച്ചിരുന്ന ഇതിൽ അശോകസ്തംഭത്തിന് താഴെയായി സത്യമേവ ജയതേ എന്ന് വ്യക്തമായി ആലേഖനം ചെയ്തിരിക്കുന്നു. 2 നിറങ്ങളുടെ ബി കളർ മനോഹരമായ സംയോജനമാണ് ഈ സ്റ്റാമ്പിന്റെ പ്രത്യേകത. നിലവിൽ ഉപയോഗിച്ച ഇത്തരം സ്റ്റാമ്പുകൾക്ക് വിപണിയിൽ 30 രൂപ മുതൽ 150 രൂപ വരെ വില ലഭിക്കുന്നു. ഇന്ത്യയുടെ ഭരണചരിത്രവും തപാൽ വൈവിധ്യവും വിളിച്ചോതുന്ന ഈ സ്റ്റാമ്പ് ഏതൊരു കളക്ഷനും ഒരു പ്രത്യേക ഭംഗി നൽകുന്ന ഒന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ചെറിയ സ്റ്റാമ്പുകൾക്ക് പിന്നിൽ വലിയൊരു ചരിത്രം തന്നെയുണ്ട്. ഡിജിറ്റൽ യുഗത്തിൽ ഇത്തരം പഴയ സ്റ്റാമ്പുകൾ സംരക്ഷിക്കുന്നത് വരും തലമുറയ്ക്കായി ചരിത്രം കരുതി വെക്കുന്നത് പോലെയാണ്. നിങ്ങളുടെ പക്കലും ഇതുപോലെയുള്ള അപൂർവ ശേഖരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.